പ്രിയമുള്ളവരെ, പലയിടങ്ങളിലെ മുട്ട സ്പോട്ടുകൾ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്ന് മുക്കടയിലെ ബാബുവണ്ണൻ്റെ മുട്ട സ്പോട്ടാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് താറാമുട്ടയാണ് ട്രൈ ചെയ്യുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനെടുത്ത് കഴിച്ച് ലാസ്റ്റ് കണക്ക് പറഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് തന്നെ ഈ ചമ്മന്തി 2 ടൈപ്പ് ചമ്മന്തി ഇരിപ്പുണ്ട്. നോക്കാം. കുറച്ച് എരിവ് കൂടിയ ടൈപ്പ് ചമ്മന്തി ഇതാന്ന് തോന്നുന്നു. നമുക്ക് അത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ചമ്മന്തി ഇങ്ങനെ ചേർത്ത് വെച്ച് അതായത് നല്ല എരിവുണ്ടോ? ഐസായിട്ടോ. ഇതിൽ നേരത്തെ നമ്മൾ ഈ എരിവുള്ള ചമ്മന്തിയായിരുന്നു അടുത്ത്. നമുക്കടുത്ത് ഈ പച്ച ചമ്മന്തി എന്ന് നോക്കാം. നമ്മൾ അടുത്ത കാടമുട്ട ട്രൈ ചെയ്യാം. രണ്ട് മുട്ടയും കാടമുട്ടയായാലും താറാമുട്ടയായാലും അടിപൊളി ഐറ്റമാണ്. നല്ല കോമ്പിനേഷനാണ് ഈ ചമ്മന്തി മുട്ടയും. അപ്പോൾ ഇവിടുത്തെ മുട്ട മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യൽ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ വാഴയിൽ പൊതിഞ്ഞ കപ്പയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കപ്പയും നമുക്ക് ഈ ചമ്മന്തിയും ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടോ നോക്കാം. നൈസാണോ? അടിപൊളി. നല്ല വെന്ത കപ്പയും ഈ ചമ്മന്തിയോടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അടിപൊളി. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളി. നല്ല അടിപൊളി ആയിട്ടോ. ഇവിടെ ഡെയിലി വരുന്നുണ്ടോ? അടുത്താണോ വീട്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കാര്യം ഏതാ ഏറ്റവും അടിപൊളി ഐറ്റം? കപ്പയാണോ മുട്ടയും ചീനി? ഒരു 1.5 കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ മുട്ടയും ചമ്മന്തി മാത്രമല്ല, നമുക്കിവിടെ ഈ കപ്പയും മുട്ടയും ചമ്മന്തിയും കൂടാതെ ചെറുകടികളും ചായയും ഒക്കെ അടങ്ങിയ രാത്രിയിലെ നല്ലൊരു സ്പോട്ട് കൂടിയാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ഈ കടികളാണെങ്കിലും മുട്ടയും ചമ്മന്തിയും കപ്പയും ചമ്മന്തിയൊക്കെ ആയാലും നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ രാത്രി 9 മണി മുതൽ വെളുപ്പിനെ വരെയാണ് ഈ കടയുടെ പ്രവർത്തനം വരുന്നത്. ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ കറക്റ്റ് മുക്കട ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ രാത്രികാല യാത്രികർക്ക് ഒരു ഇടക്കാല ആശ്വാസം കൂടിയാണ് ഈ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോട്ട് മറക്കണ്ട, മുക്കട സിഗ്നലിന് സമീപം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.